മുണ്ടക്കൈയിലേതിന് സമാനമായ ഹൃദയഭേദകമായ കാഴ്ചകളാണ് മേപ്പാടി CHC സെന്ററിലേത്. ദുരന്തമുഖത്ത് നിന്നെത്തിക്കുന്ന ശരീരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാണോ എന്ന് അന്വേഷിച്ചെത്തുന്നവർ നോവാവുകയാണ്. കുറെ മനുഷ്യർ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് മുണ്ടക്കൈയിൽ നിന്നും വരുന്ന ആംബുലൻസുകൾക്കായി. അതിൽ പൊതിഞ്ഞുകെട്ടിയെത്തുന്ന മൃതദേഹങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കുമായി. പ്രിയപ്പെട്ടവരെക്കുറിച്ച് വിവരങ്ങളില്ലാത്ത അതിജീവിതർക്ക് ജീവനോടെ അവരുടെ ഉറ്റവരെ കിട്ടുമെന്ന പ്രതീക്ഷ പതിയെ മങ്ങുകയാണ്. ആകുലതയോടുകൂടിയാണെങ്കിലും എത്തിക്കുന്ന മൃതദേഹങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ടവർ ഉണ്ടാകണമേ എന്ന ഹൃദയം വിങ്ങുന്ന വേദനയോടുകൂടിയാണെങ്കിലും ആഗ്രഹിക്കുന്ന ജനതയുടെ പേര് കൂടിയാകുന്നു മുണ്ടക്കൈ. ദുരന്തം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹങ്ങളെല്ലാം ജീർണിച്ച അവസ്ഥയിൽ. അത് വൃത്തിയാക്കുന്ന ജോലിയാണ് ഇവർക്ക്. ഇവിടെ വരുന്ന ബോഡികൾ നമ്മൾ വാഷിംഗ് ബെഡിൽ കിടത്തുന്നു. ബോഡിയുടെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കി അത് കൃത്യമായി വാഷ് ചെയ്ത് പുറത്തേക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ ചെയ്യുന്നു. ഇവിടുന്നാണ് ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചറിയുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നു. അങ്ങനെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം വരെ ആ രൂപത്തിലാണ് പോകുന്നത്. ഓരോ മൃതദേഹങ്ങളുടെയും കാഴ്ച മനസ്സ് മരവിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഓരോ ബോഡി അല്ലെങ്കിൽ ഒരു പാർട്ട് എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങളുടെ ആരെന്തെങ്കിലും ആകണേ, അത് തിരിച്ചറിയണേ എന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയോടുകൂടിയാണ് ഇവിടെ ആളുകൾ വരുന്നുള്ളത്. ദുരന്തത്തിന്റെ ആദ്യ ദിനം മുതൽ ഇവർ ഇവിടെയുണ്ട്. ഇന്ന് ഉച്ചവരെ 144 മൃതദേഹങ്ങളും 22 ശരീരഭാഗങ്ങളും ഇവരുടെ കൈകളിലൂടെ കടന്നുപോയി. അക്കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരും പരിചയക്കാരും എല്ലാം ഉണ്ടായിരുന്നു. ദുരന്തമുഖത്തെ ഇത്തരം കൂട്ടായ്മകളാണ് ഓരോ ദുരന്തത്തിൽ നിന്നും ജനതയെ കൈപിടിച്ച് മുൻപോട്ട് നടത്തുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, സംഘടനകളില്ല. മുണ്ടക്കൈയിൽ നിന്നും ഇവിടേക്കെത്തുന്ന മൃതദേഹങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ്. അവിടെയാണ് ഇവരുടെ ശ്ലാഘനീയമായ പ്രവർത്തനം. അബിത് കലായ്ക്കൊപ്പം മേപ്പാടിയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.